എന്നെ സ്കൂളിലും കോളേജിലും പഠിപ്പിച്ച 2 അധ്യാപകരാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അധ്യാപകരെ സ്നേഹിക്കുകയും വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥി ജീവിതം കഴിഞ്ഞതിന് ശേഷവും ഞാൻ അധ്യാപകരെ കാണുകയും അവരോട് അങ്ങേയറ്റം ബഹുമാനപൂർവ്വം പെരുമാറുകയും ചെയ്യുന്ന ഒരു പതിവായിരുന്നു ഉണ്ടായിരുന്നത്. ചെറിയാൻ ആൻഡ്രൂ സാറ് എന്നെ പുതുപ്പള്ളി സെൻറ്റ് ജോർജസ് ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകനാണ്. TJ മാത്യു സാറ് CMS കോളേജിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകൻ ആണ്. TJ മാത്യു സാറ് അധ്യാപകൻ മാത്രമല്ല, അദ്ദേഹം പുതുപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് കൂടിയായിരുന്നു. അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന കാലത്താണ് ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും സജീവമായിട്ട് വന്നത്. ഞാൻ ആദ്യമായി ഒരു രാഷ്ട്രീയ മീറ്റിംഗ് പ്രസംഗിക്കുന്നത്, ഞാൻ അതിനു മുമ്പ് വിദ്യാർത്ഥി സംഘടനകളുടെ മീറ്റിങ്ങിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, KSUവിൻ്റെ യോഗത്തിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ യോഗത്തിൽ പ്രസംഗിക്കുന്നത് മാത്യു സാറ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡൻ്റ് എന്ന നിലയിൽ അധ്യക്ഷത വഹിച്ച പുതുപ്പള്ളിയിലെ മീറ്റിങ്ങിലാണ്. ഉമ്മൻചാണ്ടി എൻ്റെ ഒരു നല്ല വിദ്യാർത്ഥിയായിരുന്നു. ഹൈസ്കൂൾ ക്ലാസ്സിൽ വളരെ പ്രസന്നവതനായി സ്കൂളിൽ പഠിക്കുന്ന കാലം ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പഠിക്കുന്നതിന് നല്ല സാമർഥ്യമുള്ളൊരു കുട്ടിയായിരുന്നു. അതേസമയത്ത് അധ്യാപകരോടും കുട്ടികളോടും വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും ഇടപെടുന്ന ഒരു നല്ല കുട്ടിയായിട്ടാണ് ഞങ്ങൾ കണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയിൽ എനിക്ക് കാണാൻ സാധിച്ചത്, ഹൈസ്കൂൾ ക്ലാസ്സുകൾ പഠിക്കുന്ന കാലങ്ങളിൽ തന്നെ അദ്ദേഹം നല്ല പ്രാസംഗ വൈഭവമുള്ള ഒരു കുട്ടിയായിരുന്നു. എല്ലാ വർഷവും സ്കൂളിലെ ഓഗസ്റ്റ് 15-ാം തീയതി നടക്കുന്ന ആഘോഷങ്ങളിൽ ഉമ്മൻചാണ്ടിക്കൊരു പ്രത്യേക സ്ഥാനം നൽകിയിരുന്നു. വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായിട്ട് ഓഗസ്റ്റ് 15 ദിവസം സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് വളരെ ഭംഗിയായി പ്രസംഗിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. അന്ന് ഞാൻ NCC ഓഫീസർ കൂടിയായിരുന്നു. NCC വിഭാഗത്തിൽ സെറിമോണിയൽ പരേഡൊക്കെ നടക്കുമ്പോൾ അതിനെ തുടർന്നുള്ള പ്രസംഗത്തിന് വിദ്യാർത്ഥി പ്രതിനിധിയായിട്ട് ശ്രീ ഉമ്മൻചാണ്ടിയാണ് അതിനെ അധ്യാപകരെ ഞങ്ങൾ നിയോഗിച്ചിട്ടുള്ളത്. വളരെ ഭംഗിയായി അന്നു മുതൽ പ്രസംഗിക്കുന്ന ആ കുട്ടിയെ സംബന്ധിച്ച് അധ്യാപകർക്കൊക്കെയും വളരെ മതിപ്പായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങളന്ന് പറയുന്നു, വളരെ ഉന്നതമായ ഒരു സ്ഥാനത്തിലെത്തുമെന്നുള്ള ഒരു അഭിപ്രായം ഞങ്ങൾ അവിടെ രേഖപ്പെടുത്താറുണ്ട്. ഉമ്മൻചാണ്ടിയും ഞാനും ഒന്നിച്ച്, ഞാൻ അധ്യാപകനായിട്ടും ഉമ്മൻചാണ്ടി വിദ്യാർത്ഥിയായിട്ടും CMS കോളേജിൽ 1961-62 ആ കൊല്ലം അന്ന് ഉമ്മൻചാണ്ടി KSU വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കോൺഗ്രസിൻ്റെ കോട്ടയത്ത് അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു. അതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാരനായ വിദ്യാർത്ഥിയുള്ള നിലയ്ക്ക് അധ്യാപകർക്ക് പൊതുവെ പഠിത്തത്തിൽ ഉഴപ്പ് വരുന്നു എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. എങ്കിലും ഞാനും അന്ന് ഈ കോൺഗ്രസ് അനുഭാവിയായ ഒരു അധ്യാപകനായിരുന്നത് കൊണ്ട് അദ്ദേഹത്തെ ഒരു തരത്തിലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അത് കഴിഞ്ഞ് ആ സമയത്ത് സമരങ്ങളുണ്ടായാൽ ഉമ്മൻചാണ്ടി കോളിനെതിരായിട്ട് സമരം ചെയ്യില്ല. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ, പൊതുവെയുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സിറ്റിയോടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോടോ സമരം ചെയ്യുന്നതിന് ചിലപ്പോഴൊക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പുള്ളി പേരെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ പ്രീ ഡിഗ്രി ഒരു കൊല്ലം കൊണ്ട് പാസ്സായി. പിന്നത്തെ കൊല്ലം BAക്ക് അഡ്മിഷന് വന്നപ്പോൾ പ്രിൻസിപ്പൾ എടുക്കുകയില്ല. ഈ അന്ന് ഉഴപ്പന്മാരെന്ന ഇവരെ പറഞ്ഞ് ഈ വിദ്യാർത്ഥികളെ പറ്റി രാഷ്ട്രീയത്തിൽ പോകുന്നു. അതുകൊണ്ട് ഇയാളെ എടുക്കുകയില്ലെന്ന് പ്രിൻസിപ്പൾ തീർത്തു. ഉമ്മൻചാണ്ടിയുടെ ഫാദർ എന്നെ വിളിച്ച്, ഞാൻ അവിടുത്തെ സ്റ്റാഫ് മെമ്പറാണല്ലോ, എങ്ങനെയെങ്കിലും അടുത്ത കോളേജല്ലേ അഡ്മിഷൻ വേണ്ടി ഞാൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞു. അപ്പോൾ ആ വെക്കേഷൻ കാലത്ത് ഉമ്മൻചാണ്ടി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. വിദ്യാർത്ഥികളുടെ ഇന്ന കാര്യത്തിൽ എനിക്ക് ഉത്കണ്ഠയുണ്ടെന്ന് പുള്ളി ഒരു പ്രസ്താവന മനോരമയ്ക്കകത്ത് വന്നു. അത് ആ പ്രിൻസിപ്പൾ നോട്ട് ചെയ്തിരുന്നു. അഡ്മിഷൻ എന്ന് ഞാൻ പറയാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞത്,
അവനെ ഇവിടെ എടുക്കുന്ന കാര്യത്തിൽ എനിക്ക് ഉത്കണ്ഠയുണ്ടെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ, കോളേജിലെതിരായിട്ടൊരു സമരവും ചെയ്യില്ല. സമരങ്ങളൊക്കെ വളരെ റീസണബിളും അതുപോലെ തന്നെ പീസ്ഫുൾ സമരങ്ങളെ ചെയ്യുവാണ്. എനിക്കറിയാം, എൻ്റെ അടുത്ത നെയ്ബറാണ്, ഫാദറിനെ എനിക്കറിയാം, ഗ്രാൻഡ് ഫാദറിനെ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിൻസിപ്പൽ എടുത്തില്ല. SB കോളേജിൽ പോയി ചേർന്നു. അവർ വളരെ താല്പര്യത്തോടെ ഉമ്മൻചാണ്ടിയെ വെൽക്കം ചെയ്തു, അവിടെ എടുക്കുകയും ചെയ്തു. അവിടുന്നാണ് ഉമ്മൻചാണ്ടി ഡിഗ്രി എടുത്ത് പിന്നെ അവിടുന്ന് ലോ കോളേജിൽ പോയി പഠിച്ച് പാസ്സായി. എൻ്റെ ഏക സഹോദരൻ അലക്സ് വി ചാണ്ടി, എൻ്റെ ബ്രദറിൻ്റെ ഭാര്യയാണ് ലൈല അലക്സ്. എനിക്ക് ഒരു സഹോദരനും സഹോദരിയാണ് ഉള്ളത്. അനിയനെന്നാണ് സഹോദരനെ വീട്ടിൽ വിളിക്കുന്നത്. അനിയനാണ് ഇവിടെ താമസിക്കുന്നത്. സഹോദരി ഇവിടെ പുതുപ്പള്ളിയിൽ തന്നെ ആണ് വിവാഹം കഴിച്ച് ഇവിടെ തന്നെയുണ്ട്. അച്ഛനും അമ്മയും ഇവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അച്ഛൻ മരിച്ചിട്ട് 3 കൊല്ലം കഴിഞ്ഞു. അമ്മ കഴിഞ്ഞ മാർച്ചിലാണ് മരിച്ചത്. പള്ളി പണ്ട് ചെറുപ്പത്തിൽ പോയപ്പം പള്ളിയിലെ മണിയടിക്കേണ്ടാത്ത സമയത്ത് ഞാൻ കയറി മണിയടിച്ചു. അത് അച്ഛനെന്നേരം തിരിഞ്ഞ് നോക്കി. ഞാൻ അന്ന് കണ്ടു. തൊട്ടപ്പുറം സൺഡേ സ്കൂളിലൂടെ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് അച്ഛൻ വടിയായിട്ട് വന്നു. ഞാൻ എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഓടി ചേട്ടൻ്റെ അടുക്ക് പോയിരുന്നു. കഴിയുമ്പോഴത്തേക്ക് ആരോ പറഞ്ഞു പുള്ളി അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന്. അവിടെ വന്ന് എന്നെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു, അവനല്ല മണി അടിച്ചത്, ഞാനാണ്. അല്ല, ഇവൻ അടിച്ചായിട്ടാണല്ലോ എനിക്ക് തോന്നുന്നത്, അച്ഛൻ തെറ്റിദ്ധരിച്ചാണ്, ഞാനാണ് മണി അടിച്ചത് എന്ന് സ്വയം കുറ്റം ഏറ്റു. എന്നെ രക്ഷിച്ചു. ചേട്ടൻ അതിൻ്റെ അടി വാങ്ങി 3-4 അടി കൈക്കിട്ടടിച്ചു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അമ്മച്ചി പറയുന്നത് അമ്മച്ചി എന്നതിനേലും അമ്മച്ചിയോട് ഒന്നിനും ദേഷ്യപ്പെടത്തില്ല. അനീജാനെ വല്ലത്തിനും വഴക്ക് പറയുകയോ തല്ലുകയോ ചെയ്താൽ മാത്രമേ ദേഷ്യപ്പെടുള്ളൂ. അന്നേരം നോക്കുമ്പോൾ അമ്മച്ചി തല്ലാനൊക്കെ ഇട്ട് ഓടിക്കുമ്പോൾ കുഞ്ഞുഞ്ചാൻ്റെ കണ്ണാണ് നിറഞ്ഞിരിക്കുന്നത്. ചെറുപ്പകാലം മുഴുവൻ എൻ്റെ വീട്ടിൽ നിന്നാണ് പഠിച്ചിരുന്നത്. ഒരു ദിവസം പോലും ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നിരുന്നില്ല. ലോ കോളേജിൽ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ വീട് വിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിന് ഉണ്ടായത്. മറ്റ് സമയങ്ങളൊക്കെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും കോട്ടയത്തിൽ നിന്ന് വന്നു പോയിരുന്നു. ഡിഗ്രിക്ക് ചങ്ങനാശ്ശേരി പഠിക്കുമ്പോൾ കുറച്ച് ദൂരെ കൂടുതലായിരുന്നു. എന്നാലും ഞാൻ ഒരു ഹോസ്റ്റലിൽ താമസിക്കാനോ അല്ലെ ഹോസ്റ്റലിൽ ലോഡ്ജിൽ താമസിക്കാനോ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം വീടുമായിട്ട് അത്ര അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പം വീട്ടിൽ നിന്നുകൊണ്ടുള്ള പഠിത്തം എനിക്ക് മുഴുവൻ സമയവും കിട്ടി. ഈ ലോ കോളേജിൽ പഠിച്ചിരുന്ന അവസരത്തിൽ മാത്രമാണ് ഞാൻ എറണാകുളത്തേക്ക് മാറി. പിന്നെ ഞാൻ വീടുമൊക്കെ വിട്ട് പുറത്തുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാകുകയും ചെയ്തു. കുട്ടിക്കാലത്തെ ഓർമ്മകൾ വളരെയധികം മധുരിക്കുന്ന ഓർമ്മകളാണ്, നല്ല ഓർമ്മകളാണ്. നാട്ടിൽ വളരെയധികം നല്ല കൂട്ടുകാരുണ്ടായിരുന്നു. എല്ലാ വിഭാഗത്തിലും പെട്ട കൂട്ടുകാരുണ്ടായിരുന്നു. അവരുമൊക്കെ ആയിട്ട് അവധിക്കാലം നല്ലതുപോലെ സന്തോഷിച്ച് ഉല്ലസിച്ച് കഴിഞ്ഞിരുന്നു. അവധിക്കാലം അല്ലാത്ത സമയത്തും എനിക്ക് ഈ ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നത് കൊണ്ട് അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിച്ചു. പിന്നെ ഞാനൊരു മിഡിൽ സ്കൂൾ കഴിഞ്ഞ് ഹൈസ്കൂളിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ ബാലിയൻ സഖ്യത്തിൻ്റെ പ്രവർത്തകനായി. ബാലിയൻ സഖ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ വളരെ സജീവമായി രംഗത്ത് വന്നു. പിന്നീടാണ് KSUവിലും ഉള്ള പ്രവർത്തനങ്ങളിൽ വന്നത്. ഏതായാലും എൻ്റെ ബാല്യകാല ഓർമ്മകൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആവേശവും വളരെയധികം സന്തോഷവും ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എൻ്റെ സുഹൃത്തുക്കൾ. അവർ നൽകിയ സ്നേഹവും അവർ നൽകിയ പ്രത്യേകമായ സഹകരണവുമാണ്.
ഞാൻ പിന്നെ ഇവിടെയുള്ള ദിവസങ്ങളിലെല്ലാം ഞായറാഴ്ച രാവിലത്തെ സർവീസിനിവിടെ വരും. അതൊരു 6:45 മുതൽ 7:45 വരെ ആയിരിക്കും. അത് ഞാൻ ഒരിക്കലും തെറ്റിക്കത്തില്ല. ഞാൻ ഞായറാഴ്ച മിക്കവാറും വീട്ടിൽ തന്നെയായിരിക്കും, ശനിയും ഞായറും. അപ്പം അതുകൊണ്ട് എനിക്ക് മിക്കവാറും എല്ലാ ഞായറാഴ്ചയിലും ഇവിടെ വരാൻ സാധിക്കും. പുതുപ്പള്ളി പള്ളി എൻ്റെ ഇടവ പള്ളിയാണ്. അപ്പോൾ ഈ പള്ളിയായിട്ടുള്ള ബന്ധം ഗിവറീസ് പുണ്യവാളൻ്റെ നാമധേയത്തിലുള്ള പള്ളിയാണ്, സെൻറ്റ് ജോർജ് ചർച്ച് പുതുപ്പള്ളി. അപ്പോൾ ആ ഒരു ബന്ധം അത് വളരെ വലുതാണ്. എപ്പോഴും ഈ പള്ളി വരാനും പ്രാർത്ഥിക്കാനും ഞാൻ അവസരം കണ്ടെത്തും. ഇതാണ് ഞങ്ങളുടെ കുടുംബ കല്ലറ. എൻ്റെ പിതാവിൻ്റെ ഒരു സഹോദരൻ വളരെ ചെറുപ്പത്തിലെ മരിച്ചിട്ടുണ്ട്, വി.ഒ. ജേക്കബ്. അദ്ദേഹത്തെയാണ് ഇവിടെ ആദ്യമായിട്ട് അടക്കിയത്. അതിനുശേഷം എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ ഗ്രാൻഡ് മദർ, അതിനുശേഷം എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും, അങ്ങനെ 5 പേരെ ഈ കല്ലറയിൽ അടക്കിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ കുടുംബ കല്ലറ. എല്ലാ വർഷവും ഇവരുടെ വർഷം തോറും അവരുടെ മരിച്ച ദിനത്തിലൂടെ വന്ന് കുടുംബസമേതം വന്ന് പ്രാർത്ഥിക്കും. ഞാൻ 3, 4, 5 ക്ലാസ്സുകൾ 3 വർഷം ഇവിടെയാണ് പഠിച്ചത്. അന്ന് ഈ സ്കൂളിൻ്റെ പ്രഥമ അധ്യാപകൻ മത്തായി സാറ്, മറ്റത്തി മത്തായി സാറ് എന്ന് പറയും. പിള്ളേർക്കെല്ലാം അദ്ദേഹത്തെ വലിയ പേടിയാണ്. വളരെ കർശനമായ അച്ചടക്കം പാലിക്കുന്ന ആളാണ് മത്തായി സാറ്. മത്തായി സാറ് എനിക്ക് വളരെയധികം പ്രോത്സാഹനം എനിക്ക് തന്നിട്ടുണ്ട്. മത്തായി സാറാണ് എന്നെ ആദ്യമായിട്ട് പ്രസംഗിക്കാൻ നിർബന്ധിച്ചതും പ്രസംഗിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കി തന്നതും. പിന്നെ ഈ സ്കൂളിലെ അധ്യാപകരെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ടവരായിരുന്നു. അവരെല്ലാം എൻ്റെ ബാല്യകാലത്ത് എനിക്ക് പഠിക്കാനുള്ള പ്രചോദനവും അതോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തന പരിപാടികളുമായി മുമ്പോട്ട് പോകുന്നതിനും എനിക്ക് വളരെയധികം പ്രോത്സാഹനം എൻ്റെ കുട്ടിക്കാലത്ത് തന്നിട്ടുള്ളത് ഞാൻ ഇന്നും കൃതജ്ഞതയോടെ ആലോചിക്കും. ഇത് ഏറ്റവും പഴക്കമുള്ള ഒരു സ്കൂളാണ്, പള്ളി വക സ്കൂളാണ്. ആരംഭിച്ചപ്പം തൊട്ട് അത് LP സ്കൂളാണ്, ഇന്നും LP സ്കൂളാണ്. എന്നാലും ഏറ്റവും പഴക്കം ചെന്ന ഒരു സ്കൂളാണിത്.